ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഹൽവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയോ മൈദയോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ 250 ml ഗ്ലാസ്സിൽ 4 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല തിക്കായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇത് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ ആ മിക്സർ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കോൺഫ്ലോർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരല്പം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചോറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. ചോറെടുത്ത അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചോറിൻ്റെ ഒരു മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ ചോറും തേങ്ങാപ്പാലും കോൺഫ്ലോറും കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി അടുത്തതായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ഈ ഹൽവയ്ക്ക് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 5 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെക്കാം. ഞാനിപ്പോൾ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അധികം നെയ്യൊന്നും ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഒരു 5-6 സ്പൂൺ നെയ്യ് മതിയാവും. അപ്പോൾ ആദ്യത്തെ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമ്മുടെ ചോറിൻ്റെ മിക്സർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലേ ഹൽവ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് മണത്തിനായിട്ട് കുറച്ച് ഏലക്ക, ഒരു 5-6 ഏലക്ക, 1 സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ഇളക്കിയപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹൽവയുടെ ഒരു പരുവെന്ന് പറയുന്നത്. ഇത് പാത്രത്തിൽ നിന്ന് അങ്ങനെ വേർവിട്ട് പോരുന്നൊരു പരുവത്തിൽ. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ, മൊത്തം നമ്മൾ 4 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമോ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ ഹൽവയുടെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ. എന്നാലേ നന്നായിട്ട് സെറ്റായി കിട്ടുള്ളൂ ഹൽവ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കണം. അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ചട്ടകമോ തവിയോ വെച്ച് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഇനി ഒരു 2 മണിക്കൂർ നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് കൊണ്ടുള്ള സ്വാദിഷ്ടമായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.